ആരിഫ് ഹുസൈന്റെ കോയ കോളിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീഡിയോ വന്നപ്പോൾ നമ്മളൊരു ചലഞ്ച് ആരിഫ് ഹുസൈനോട് വെച്ചിരുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല, ഒരാളെ പ്രണയിച്ചോ നിർബന്ധിച്ചോ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇസ്ലാമിലെ ഏതെങ്കിലും അംഗീകരിക്കപ്പെടുന്ന പ്രമാണങ്ങൾ കൊണ്ടോ പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. പടച്ച തമ്പുരാനെ, അതിന്റെ കമന്റ് ബോക്സ് കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കോയ കോളിങ്ങിലേക്ക് വിളിച്ചൊന്നും തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞതല്ല, എന്റെ വീട്ടിൽ വന്നും പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ പബ്ലിക്കലി പറഞ്ഞതിനെ ഞാൻ പബ്ലിക്കലി ചലഞ്ച് ചെയ്തു. അയാളുടെ സോഷ്യൽ മീഡിയയിലോ ചാനലുകളിലോ റിയാക്ട് ചെയ്യുന്നെങ്കിലോ റെസ്പോണ്ട് ചെയ്യുന്നെങ്കിലോ ചെയ്തു കൊള്ളട്ടെ. പിന്നെ ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ എല്ലാം ഫേക്ക് അക്കൗണ്ടുകളാണ്. ഓക്കെ, തലയും വാലും അഡ്രസ്സും വീടും പറമ്പും മാതാവും പിതാവും ഒന്നും ഇല്ലാത്ത അക്കൗണ്ടുകളാണ്. എങ്കിലും മലയാളത്തിലല്ലേ എഴുതിയിടുന്നത്, ഏതെങ്കിലുമൊക്കെ മലയാളികളായിരിക്കുമല്ലോ. ഇത്രയും വർഗീയതയൊക്കെ തലക്ക് പിടിച്ചവന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. അത് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, രണ്ട് സൈഡിൽ നിന്നും അങ്ങനെയുള്ളവന്മാരുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ഒരു വിശ്വാസവും ഇല്ലാത്തവന്മാർ, അല്ലെങ്കിൽ പോക്കറ്റ് നടക്കാൻ എവിടെന്നെങ്കിലും നക്കാപ്പിച്ച് കിട്ടുന്നവന്മാരാണ് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രകടനം നടത്തുന്നത്. എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഞാൻ 10ാം ക്ലാസ് വരെയും അമ്പലമുറ്റത്ത് ഓടിക്കളിച്ച് വളർന്ന ആളാണ്. എൻ്റെ മംഗലം ഗവൺമെന്റ്, ആലപ്പുഴ ജില്ലയിലെ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് സമീപത്ത് ചേർന്നുള്ളത് അമ്പലമാണ്. ആ അമ്പലത്തിന്റെ മുറ്റത്താണ് ഞങ്ങളുടെ ഇന്റർവെല്ലുകളിൽ ഞങ്ങൾ ഓടിക്കളിച്ചിരുന്നത്. ഞങ്ങൾക്ക് അന്നൊന്നും ഒരു വിയോജിപ്പോ വെറുപ്പോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ടോ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഒപ്പം ഇരുന്ന് പഠിച്ച വിഷ്ണുവും അനന്തവും ശാന്തിയും രാഹുലും നന്ദുവും ശ്യാമും അർജുനും ഒക്കെ ഇന്ന് ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങൾക്ക് അന്ന് മദ്രസ പഠിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ മതം പഠിച്ചിട്ടുണ്ട്. അവർക്കോ ഞങ്ങൾക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിയോജിപ്പോ അന്നുമില്ല ഇന്നുമില്ല. എൻ്റെ ഏറ്റവും ഫേവററ്റ് ടീച്ചർ ശ്രീദേവി ടീച്ചറാണ്. കനകമ്മ ടീച്ചറോ വത്സലകുമാരി ടീച്ചറോ ശ്രീദേവി ടീച്ചറോ വന്ന് പഠിപ്പിക്കുമ്പോൾ വിഫീഖിനോ ഷംനാദിനോ ഷഹീറിനോ തൗഫീഖിനോ അൻസീമിനോ ഒന്നും ഒരു വെറുപ്പിന്റെ ഇതും വന്നിട്ടില്ല. മദ്രസ പഠിക്കുന്ന കാലമാണ്. നേരെ തിരിച്ച് മറിയം ബീവി ടീച്ചർ വന്ന് പർദ്ദയിട്ട് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ശ്രുതിക്കോ ശരണ്യക്കോ ചാന്ദിനിക്കോ അവർക്ക് ആർക്കും വിഷ്ണുവിനോ ഒന്നും എന്തില്ല, അവരുടെ മുഖത്ത് ഒരു വെറുപ്പും കണ്ടിട്ടില്ല. ടീച്ചർ ഇട്ടിരിക്കുന്ന നല്ല പർദ്ദയാണ്. മതതീവ്രത കുത്തിവെച്ചുകൊണ്ട് ബിസിനസ് നടത്താൻ വേണ്ടി ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇൻജെക്ട് ചെയ്യപ്പെടുന്നത് മാത്രമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നബിദിന റാലി വരുമ്പോഴത്തേക്ക് പായസം വെച്ചു കൊടുക്കുന്ന അമ്പല കമ്മിറ്റികൾ തന്നെയാണ് ഞങ്ങളുടെ നാടിന്റെ ഐശ്വര്യം. അമ്പലത്തിൽ പോകാതെ ക്ലാസ്സിൽ വരുന്ന ഞങ്ങളുടെ കൂട്ടുകാര് ചെവിയിലൊരു ചെറിയ പൂവും വെച്ച് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി വരുമ്പോൾ അവരുടെ മുഖത്തൊരു ചന്തമാണ്. അതില്ലാതെ ഒരു പോടാ അമ്പലത്തിൽ എന്ന് പറഞ്ഞ കാലമുണ്ട്. നേരെ തിരിച്ച് റമദാനിൽ നോമ്പ് കള്ളന്മാരെ എന്നും അല്ലെങ്കിൽ പള്ളി പോകാതെ ഒളിച്ചിരിക്കാതെ പള്ളി പോടാന്ന് പറഞ്ഞ് പരിഹസിച്ച കൂട്ടുകാരുണ്ട്. ആ ഒരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഞങ്ങളുടെ ഇടയിൽ ഇന്നും ഉണ്ട്. ഇതൊന്നുമില്ലാത്ത കുറെ ആളുകളാണ് ഇത്തരത്തിലുള്ള മതവർഗീയത നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഒക്കെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സൗഹാർദ്ദങ്ങളിലോ നമ്മുടെ സ്നേഹബന്ധങ്ങളിലോ ഒന്നും അതൊരിക്കലും ബാധിക്കാനോ എഫക്ട് ചെയ്യാനോ പാടില്ല.